Consider the function f of x equal to x plus 2 in open interval 0, 1. അപ്പോൾ നമുക്കറിയാം ലീനിയർ ഫംഗ്ഷനാണ്, സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ 0, 1 ആയ കാരണം എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 2 ആണ് വരിക. അതുകൊണ്ട് പോയിൻ്റ് 0, 2 എന്നുള്ളത് ഹോളാക്കിയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതേപോലെ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 3 ആണ് വരിക. അപ്പോൾ 1, 3 എന്ന് പറയുന്ന പോയിൻറ്റും ഹോളാന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ രണ്ട് പോയിൻറ്റും ഗ്രാഫിൽ ഇല്ല, അപ്പോൾ അത് രണ്ടും ഹോളാക്കി കാണിക്കുക. ഇനി ഇവിടെ എഫ് ഓഫ് എക്സിന് മാക്സിമം മിനിമം ഉണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എഫ് ഓഫ് എക്സിന് മാക്സിമം ഇല്ല, മിനിമം ഇല്ല. കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ നമുക്ക് ഇന്ന പോയിൻറ്റിൽ മാക്സിമം അല്ലെങ്കിൽ ഇന്ന പോയിൻറ്റിൽ മിനിമം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിന് മാക്സിമം ഇല്ല, മിനിമം ഇല്ല. ഇനി ഇതേ ഫംഗ്ഷൻ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 ഡിഫൈൻ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പോയിൻറ്റ്സും ഉണ്ടാവും ഗ്രാഫിൽ. അപ്പോൾ നമ്മളത് ഡാർക്കാക്കി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറയാം ഫംഗ്ഷന് മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്. മാക്സിമം വരുന്നത് 1ലാണ്, മാക്സിമം വാല്യൂ ഈസ് 3. അതേപോലെ മിനിമം വരുന്നത് 0ലാണ്, മിനിമം വാല്യൂ ഈസ് 2. അപ്പോൾ നമുക്കത് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിൽ മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇതിനെയാണ് ആബ്സലൂട്ട് മാക്സിമം അല്ലെങ്കിൽ ആബ്സലൂട്ട് മിനിമം എന്ന് പറയുന്നത്. ഹോൾ ഇൻ്റർവെല്ലിൽ ഒരു മാക്സിമം എന്തായാലും ഉണ്ടാവും ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിൽ. അതേപോലെ ഹോൾ ഇൻ്റർവെല്ലിൽ ഒരു മിനിമം എന്തായാലും ഉണ്ടാവും ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിൽ. അപ്പോൾ ഇതിനെയാണ് ആബ്സലൂട്ട് മാക്സിമം അല്ലെങ്കിൽ അതുപോലെ ആബ്സലൂട്ട് മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ തന്നാൽ നമ്മൾ കാണേണ്ടത് ആബ്സലൂട്ട് മാക്സിമവും ആബ്സലൂട്ട് മിനിമവും ആണ്. Now consider the following graph in closed interval AB. ഇവിടെ ഫംഗ്ഷന് ബിയിൽ വരുന്നത് ലോക്കൽ മിനിമമാണ്, സിയിൽ വരുന്നത് ലോക്കൽ മാക്സിമമാണ്. അപ്പോൾ ലോക്കൽ മിനിമം വാല്യൂ ഈസ് എഫ് ഓഫ് ബി, ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് എഫ് ഓഫ് സി. ബട്ട് ഇൻ ദ ഹോൾ ഇൻ്റർവൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എയിൽ ആബ്സലൂട്ട് മാക്സിമമാണ്, അതുപോലെ ഡിയിൽ ആബ്സലൂട്ട് മിനിമമാണ്. ആബ്സലൂട്ട് മാക്സിമം വാല്യൂ ഈസ് എഫ് ഓഫ് എ, ആബ്സലൂട്ട് മിനിമം വാല്യൂ ഈസ് എഫ് ഓഫ് ഡി. അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം, അതുപോലെ ആബ്സലൂട്ട് മാക്സിമം, ആബ്സലൂട്ട് മിനിമം തമ്മിൽ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിൽ ആ ഹോൾ ഇൻ്റർവെല്ലിൽ ഏറ്റവും മാക്സിമം വരുന്നത് എവിടെയാണെന്ന് നോക്കുക. അവിടെ വരുന്ന വാല്യൂ ആണ് ആബ്സലൂട്ട് മാക്സിമം വാല്യൂ. അതുപോലെ ഹോൾ ഇൻ്റർവെല്ലിൽ ഏറ്റവും മിനിമം വരുന്നത് എവിടെയാണെന്ന് നോക്കുക, അതായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിൻ്റെ വാല്യൂ ആയിരിക്കും ആബ്സലൂട്ട് മിനിമം വാല്യൂ. ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ റീജിയൻ അല്ലെങ്കിൽ സ്മോൾ ഇൻ്റർവെല്ലിൽ വരുന്നതാണ് ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം. അത് ആ ഫംഗ്ഷന് ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ മോർ ദാൻ 1 പോയിൻറ്റിലുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. Now we will see two theorems. Theorem 5. Let f be a continuous function on an interval I equal to closed interval AB. Then f has absolute maximum value and f attains it at least once in I. Also, f has the absolute minimum value and attains it at least once in I. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിൽ എന്തായാലും ഒരു ആബ്സലൂട്ട് മാക്സിമം അതുപോലെ ഒരു ആബ്സലൂട്ട് മിനിമം ഉണ്ടാവും, അതും ഒരു പോയിൻറ്റിലേ ഉണ്ടാവുള്ളൂ. ഇനി തിയറം 6. ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഐ ആൻഡ് സി ബി ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ഐ. Then number 1, f dash of c equal to 0 if f attains its absolute maximum value at c. Second, f dash of c equal to 0 if f attains its absolute minimum value at c. അപ്പോൾ സിയിലെ ആബ്സലൂട്ട് മാക്സിമമോ അല്ലെങ്കിൽ ആബ്സലൂട്ട് മിനിമമോ വരണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി വിൽ ബി ഈക്വൽ ടു 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ പോയിൻറ്റിൽ 0 ആയിരിക്കും, കാരണം അവിടെ നമ്മൾ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും.
ഇനി ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആബ്സലൂട്ട് മാക്സിമം ആബ്സലൂട്ട് മിനിമം വാല്യൂ എങ്ങനെ കാണണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഇപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കാണുകയോ അല്ലെങ്കിൽ എഫ് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിൻറ്റ്സ് കണ്ടുപിടിക്കുകയോ ചെയ്താൽ ക്രിട്ടിക്കൽ പോയിൻറ്റ്സായി. സ്റ്റെപ്പ് 2 എൻ പോയിൻറ്റ്സ് എടുക്കുക, അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ തന്നിട്ടുണ്ടാവും, അതിൻ്റെ എൻ പോയിൻറ്റ്സ് എടുക്കുക. ഇനി സ്റ്റെപ്പ് 3 ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും എൻ പോയിൻറ്റ്സിലും നമ്മൾ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 4 എഫിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിൽ മാക്സിമം ഏതാണ് വന്നിരിക്കുന്നത് നോക്കുക, മാക്സിമം വാല്യൂ കിട്ടിയിരിക്കുന്നത് ഏതാണെന്ന് നോക്കുക, അതായിരിക്കും ഫംഗ്ഷൻ്റെ ആബ്സലൂട്ട് മാക്സിമം വാല്യൂ. അതേപോലെ എഫിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചതിൽ മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും ഫംഗ്ഷൻ്റെ ആബ്സലൂട്ട് മിനിമം വാല്യൂ. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ആബ്സലൂട്ട് മാക്സിമവും ആബ്സലൂട്ട് മിനിമവും ഒരു ഫംഗ്ഷൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്സാണ് ചെയ്യേണ്ടത്. Now we will do some problems. Find the absolute maximum and minimum values of the following functions in the given interval. Question number 1. F of x equal to 2x cube minus 15x square plus 36x plus 1 in closed interval 1, 5. ഇപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x square minus 30x plus 36. Now take 6 outside, then we get 6 into x square minus 5x plus 6, which is equal to 6 into x minus 2 into x minus 3. Now f dash of x equal to 0 implies x is equal to 2, 3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും എൻ പോയിൻറ്റ്സിലും എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. Therefore f of 1 is equal to 2 into 1 cube minus 15 into 1 square plus 36 into 1 plus 1, which is equal to 24. Similarly, we find f of 2 equal to 29, f of 3 equal to 28, f of 5 equal to 56. ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും ക്ലോസ്ഡ് ഇൻ്റർവെൽ തന്നിരിക്കുന്നതിൻ്റെ എൻ പോയിൻറ്റ്സിലും എഫിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇതിൽ മാക്സിമം വന്നിരിക്കുന്നത് 56 ആണ്. Therefore, absolute maximum value of f is 56 and it occurs at x equal to 5. അതേപോലെ ഇതിൽ മിനിമം വന്നിരിക്കുന്നത് 24 ആണ്. അപ്പോൾ ആബ്സലൂട്ട് മിനിമം വാല്യൂ ഓഫ് എഫ് ഈസ് 24 and it occurs at x equal to 1. Question number 2. f of x equal to 12x raised to 4 by 3 minus 6x raised to 1 by 3, where x element of closed interval minus 1, 1. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 12 ഇൻറ്റു എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. അത് യൂസ് ചെയ്താൽ 4/3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 മൈനസ് 6 ഇൻറ്റു 1/3 into x raised to minus 2/3, which is equal to 16x raised to 1/3 minus 2 by x raised to 2/3. ഇനി x raised to 2/3 LCM എടുത്താൽ we get 16x minus 2 whole divided by x raised to 2/3, which is equal to 2 into 8x minus 1 divided by x raised to 2/3. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 implies 8x minus 1 equal to 0. Therefore we get x equal to 1/8. ഇവിടെ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ലാത്തൊരു പോയിൻ്റ് ഉണ്ട്. കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0. Therefore critical points are x equal to 0 and 1/8. ഇനി ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ എഫിൻ്റെ വാല്യൂ കാണാം. f of -1 is equal to 12 into -1 raised to 4/3 minus 6 into -1 raised to 1/3. -1 raised to 4/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് -1 raised to 4 ആണ്. അപ്പോൾ അത് ക്യൂബ് റൂട്ട് ഓഫ് 1 ആണ് വരിക. അപ്പോൾ 1 ആയി. ഇനി -1 raised to 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് -1 ആണ്. അപ്പോൾ അത് -1 ആണ്. അപ്പോൾ 12 plus 6 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 18. നൗ എഫ് ഓഫ് 0 ഈക്വൽ ടു 0, എഫ് ഓഫ് 1/8 ഈക്വൽ ടു -9/4, എഫ് ഓഫ് 1 ഈക്വൽ ടു 6. ഇതിൽ മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത് 18 ആണ്.
Therefore, we can say that absolute maximum value of f is 18 and it occurs at x equal to -1. അതേപോലെ മിനിമം വാല്യൂ വന്നിരിക്കുന്നത് -9/4 ആണ്. Therefore, we can say that absolute minimum value of f is -9/4 and it occurs at x equal to 1/8. Now question number 3. h of x equal to sin x plus cos x where x element of closed interval 0 pi. ഡെറിവേറ്റീവ് കാണാം. എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇനി ക്രിട്ടിക്കൽ പോയിൻ്റ് കാണാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുക്കുക. എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഇംപ്ലൈസ് ടാൻ എക്സ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു π/4. ക്രിട്ടിക്കൽ പോയിൻ്റ് π/4ലും n പോയിൻറ്റ്സ് 0യിലും പൈയിലും എച്ചിൻ്റെ വാല്യൂ കാണണമെങ്കിൽ h of 0 equal to sin 0 plus cos 0 equal to 0 plus 1 equal to 1. h of π/4 equal to sin π/4 plus cos π/4 equal to 1/√2 plus 1/√2 which is equal to 2/√2 and it is equal to √2. h of pi is equal to sin pi plus cos pi equal to 0 plus -1 which is equal to -1. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസിൽ മാക്സിമം വന്നിരിക്കുന്നത് √2 ആണ്. അതുപോലെ മിനിമം വന്നിരിക്കുന്നത് -1ഉം. Therefore, absolute maximum value of h is √2. Absolute minimum value of h is -1. Now question number 4. f of x equal to x plus sin 2x in closed interval 0 to pi. f dash of x കാണാം. f dash of x equal to 1 plus cos 2x into 2, that is 1 plus 2 cos 2x. ഇനി ക്രിട്ടിക്കൽ പോയിൻ്റ് കാണാൻ f dash of x equal to 0 കൊടുക്കുക. that is 1 plus 2 cos 2x equal to 0 which implies cos 2x equal to -½ ഇനി -½ നമുക്ക് cos of pi minus pi/3 എന്ന് എഴുതാം. നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ് അങ്ങനെ എഴുതാനായിട്ട്. അപ്പോൾ cos 2x equal to cos 2 pi/3. Therefore, 2x equal to 2n pi plus or minus 2 pi/3. ഇതും അതെ +1 നമ്മൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് എക്സ് എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു n pi പ്ലസ് ഓർ മൈനസ് pi/3. ഇനി ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to പൈയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള വാല്യൂസ് മാത്രമേ എക്സിന് എടുക്കണ്ടൂ. എക്സ് ഇസ് ഈക്വൽ ടു π/3, 2 pi/3, 4 pi/3, 5 pi/3. ഇനി ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും n പോയിൻറ്റ്സിലും എഫിൻ്റെ വാല്യൂ കാണണം. f of 0 equal to 0 plus sin 0 which is equal to 0. f of pi/3 equal to pi/3 plus sin 2 pi/3 equal to pi/3 plus √3/2. sin 2 pi/3 നമ്മൾ കാണുന്നത് sin of pi minus pi/3 വെച്ചിട്ടാണ് which is equal to sin pi/3 and it is equal to √3/2. ഇതേപോലെ f of 2 pi/3 equal to 2 pi/3 minus √3/2. f of 4 pi/3 equal to 4 pi/3 plus √3/2. f of 5 pi/3 equal to 5 pi/3 minus √3/2. f of 2 pi equal to 2 pi എന്ന് വരും. ഇതിൽ മാക്സിമം വന്നിരിക്കുന്നത് 2 പൈയും മിനിമം വന്നിരിക്കുന്നത് 0യും ആണ്. Therefore, maximum value of f of x is 2 pi and it occurs at x equal to 2 pi. Minimum value of f of x is 0 and it occurs at x equal to 0. അപ്പോൾ ആബ്സലൂട്ട് മാക്സിമം ആബ്സലൂട്ട് മിനിമം വാല്യൂസ് കാണുന്നത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നന്നായിട്ട് പഠിക്കുക. ഹോൾ ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ മാക്സിമം മിനിമം വാല്യൂ കാണാൻ പറഞ്ഞാൽ ഈ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്.